ഇന്നത്തെ ഈവനിങ് സ്നാക്ക് കിണ്ണത്തപ്പമാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട മിക്സിയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് അരിയാണ്, അത് 250 ml കൊള്ളുന്ന ഒരു ഗ്ലാസ്സിൽ അരി എടുത്തിട്ട് അരിപ്പൊടി, അത് വറുത്ത പൊടിയാണ്. എൻ്റെ വറുത്തത് വറുക്കാത്തത് എടുക്കാം. എൻ്റെ ഇപ്പോൾ വറുത്ത പൊടിയാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ഒരു ചെറിയ ഗ്ലാസ് പഞ്ചസാര ഇടുന്നുണ്ട്. പിന്നെ ഏലക്കായും ജീരകവും കൂടി പഞ്ചസാരയിലിട്ട് പൊടിച്ചത് കുറച്ചിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 3 ഗ്ലാസ് നാളികേരപ്പാൽ ഞാൻ എടുത്ത് വെച്ചത്, അതിലൊരു ഗ്ലാസ് ഇപ്പോൾ ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇങ്ങനെ ഇളക്കിയും നമുക്കെടുക്കാം, പക്ഷേ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അത് എല്ലാം കൂടി ചേർന്ന് നല്ല രസമായി കിട്ടും. അപ്പോൾ അത് അടിച്ചു കൊണ്ടുവരാം. നന്നായി ഒന്ന് അടി ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ അടിക്കാൻ. ഇപ്പോൾ പഞ്ചസാരയിലിട്ട് ഞാൻ ഏലക്കായയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കുരു മാത്രമാണ് ഇട്ടടിച്ചത്. അതുകൊണ്ട് അതിൽ വലിയ കാര്യമായിട്ട് ഇതൊന്നുമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് അരിക്കണമൊന്നുമില്ല. ഇപ്പോൾ ഇതിലേക്ക് ഒഴിക്കുക, അടിച്ചെടുത്ത് കൊണ്ടുവന്നു. അതിൽ തരിയൊന്നും കാര്യമായിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ഇതിലിപ്പോൾ കട്ടി കൂടുതലാണ്. ഞാൻ പറഞ്ഞല്ലോ 3 ഗ്ലാസ് നാളികേരം തമ്പാൽ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിലൊരു ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഗ്ലാസ്സിലത്തെ കൂടി ഒഴിച്ച് ഞാൻ പാകമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഒഴിക്കുന്ന ഒരു കിണ്ണത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും നെയ്യ് ഒഴിച്ച് ഞാനതൊന്ന് എല്ലാ ഭാഗത്താക്കിയിട്ടാണ് ഞാൻ ഇത് ഒഴിച്ചത്. അപ്പോൾ അത് ഇഡ്ഡലി ചെമ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മൂടി വെച്ചൊന്ന് അടച്ചിട്ട് വേണം നമ്മളതിൻ്റെ മീതെ വേറെ മൂടി ഇടാൻ. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വീണ ആവി വെള്ളം അതിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്താണിത്. ഇതായി വന്നിട്ടുണ്ട്, ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഒരു 3 എണ്ണം കിട്ടി. അപ്പോൾ ഇതാണിപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. വളരെ സോഫ്റ്റായിട്ടുള്ളതാണ്. ഒരെണ്ണം എടുത്തപ്പോൾ എല്ലാവരും മുറിച്ച് കഴിച്ചു. ഇതിങ്ങനെ വേറെ ആൾക്കാർ വരുമ്പോൾ എടുക്കാമെന്ന് വെച്ച് ഞാൻ മുറിക്കാണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതാണ് മുറിച്ചൊരു കഷ്ണം ഞാൻ കാണിച്ചു തരാം. ഇതാണ്. ഇതെന്ന് വെച്ചാൽ നമുക്ക് വളരെ സോഫ്റ്റാണ്. ഇങ്ങനെ ആടുന്നത് കണ്ടോ, വളരെ സോഫ്റ്റായിട്ടുള്ളൊരു ഇതാണ്. ഇതിലിപ്പോൾ നെയ്യൊന്നും നമ്മൾ അങ്ങനെ ഒഴിച്ചിട്ടൊന്നുമില്ല. ഞാൻ ആ പാത്രത്തിൻ്റെ ഇത് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിൻ്റെ അടിയിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നല്ല സോഫ്റ്റാണത്. ഞാൻ അപ്പൂന് കൊടുത്തിട്ടുണ്ട്. കൊതുകടിക്കുക. അയ്യോ, അമ്മാമ്മ ഉണ്ടാക്കിയപ്പോൾ അപ്പു ഇഷ്ടമായാ? ഇഷ്ടമായില്ലേ? തിന്നാം. എൻ്റെ അപ്പൂണ് അമ്മാമ്മേരെ പാപ്പൊക്കെ ടേസ്റ്റ് നോക്കണതാണ് അല്ലേ അപ്പുവാ?